വ്രതശുദ്ധിയുടെ നാളുകൾക്ക് കേരളത്തിൽ തുടക്കമായി അനുഗ്രഹങ്ങളുടെയും പാപമോചനങ്ങളുടെയും മാസമായ റംസാനെ വരവേൽക്കുന്നതിന്റെ തിരക്കിലാണ് ഇസ്ലാം മതവിശ്വാസികൾ. പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് കേരളത്തിൽ നാളെ മുതൽ റംസാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ മതനേതാക്കന്മാരും ഖാസിമാരും അറിയിച്ചത്. പകൽ മുഴുവൻ ആഹാരപാനീയങ്ങൾ വെടിഞ്ഞുള്ള കടുത്ത വ്രതാനുഷ്ഠാനം. രാത്രി വൈകി വരെയുള്ള തറാവിഹ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും നാളുകളാണിനി. ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിൻ്റെ നാളുകളാണ്. അപരൻ്റെ വിശപ്പിൻ്റെ രുചിയും ദാരിദ്ര്യത്തിൻ്റെ നോവും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സിനെ ലോകനന്മയ്ക്കായി ആത്മീയമായി സ്ഫുടം ചെയ്യുകയാണ് വ്രതത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം സക്കാത്തിലൂടെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൃദയത്തെ വിശാലമാക്കാനുള്ള അവസരം കൂടിയാണ് പരിശുദ്ധ റംസാന്റെ നാളുകൾ. ഈ പുണ്യമായ മാസത്തിൽ നാം എല്ലാവരും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എത്രയോ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയമാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാത്തവന്റെ നോമ്പ് വെറും വിശപ്പും ദാഹവും മാത്രമായിരിക്കുമെന്നാണ് പ്രവാചക വചനം. മാനവിക ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് റംസാൻ മുന്നോട്ട് വെക്കുന്നത്. ഖുർആൻ അവതീർണമായ 1000 രാവുകളേക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദറും ബദറിൻ്റെ ഓർമ്മകളും റംസാന്റെ ദിനരാത്രങ്ങളിൽ വിശ്വാസികളെ തേടിയെത്തും. ആരാധനകൾക്കും നോമ്പുതുറകൾക്കുമായി സംസ്ഥാനത്തെ പള്ളികളും ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. സമൂഹ ഇഫ്താറുകൾ ഇനി മതസൗഹാർദ്ദത്തിൻ്റെ വേദികളാവും. സിയാ ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.